AD 403 വിശുദ്ധ പ്രോസ്പർ ജനിച്ചതെന്ന് കരുതപ്പെടുന്നു. വിശുദ്ധൻ തന്റെ യുവത്വത്തിൽ വ്യാകരണവും വിശുദ്ധ ലിഖിതങ്ങളും പഠിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ രചനകളിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. അദ്ദേഹത്തിന്റെ വിശുദ്ധിയും ദിവ്യത്വവും കാരണം സമപ്രായക്കാരെ വിശുദ്ധനെ ആദരണീയവൻ അല്ലെങ്കിൽ ദിവ്യൻ എന്നിങ്ങനെയൊക്കെയായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. പിന്നീട് വിശുദ്ധൻ തന്റെ സ്വന്തം രാജ്യമായ അക്വറ്റൈൻ ഉപേക്ഷിച്ച് പ്രൊവിൻസിലോ ഒരുപക്ഷെ മാർസെലേസിലോ താമസമർപ്പിച്ചു. 440 പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട മഹാനായ വിശുദ്ധ ലിയോ വിശുദ്ധ പ്രോസ്പെറിനെ റോമിലേക്ക് ക്ഷണിക്കുകയും തന്റെ സെക്രട്ടറിയായി നിയമിച്ചുകൊണ്ട് സഭയുടെ പല പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങളും വിശുദ്ധനെ ഏൽപ്പിക്കുകയും ചെയ്തു. തലസ്ഥാന നഗരിയിൽ വീണ്ടും വളർച്ച പ്രാപിച്ചുകൊണ്ടിരുന്ന പെലജിയൻ മതവിരുദ്ധവാദത്തെ വിശുദ്ധൻ തന്നാൽ കഴിയും വിധം ഇല്ലാതാക്കി. വിശുദ്ധ പ്രോസ്പർ നന്ദിയില്ലാത്തവർ എന്ന കവിതയ്ക്ക് പുറമെ ചില ചെറിയ പദ്യങ്ങളും രചിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് നെസ്റ്റോറിയൻ പെലജിയൻ മതവിരുദ്ധ വാദങ്ങൾക്കൊരു ചരമക്കുറിപ്പ് എന്ന ചെറു കവിത. കൂടാതെ വിശുദ്ധ ഓസ്റ്റിന്റെ ശത്രുക്കൾക്കെതിരായി 2 ലഘു കവിതകളും വിശുദ്ധൻ രചിച്ചിട്ടുണ്ട്. മാർസെയിലസിലെ ആശ്രമാധിപനായിരുന്ന കാസിയൻ തന്റെ ഗ്രന്ഥം വഴി വിശ്വാസത്തിന്റെ തുടക്കം മനുഷ്യരിൽ നിന്നുമാണെന്ന് വാദിച്ചപ്പോൾ വിശുദ്ധൻ അദ്ദേഹത്തിന്റെ രചനയിൽ നിന്നും 12 ഭാഗങ്ങൾ എടുത്ത് അവയിലെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയും പെലജിയൻ വാദികൾക്കെതിരായി പുറത്തിറക്കിയ പ്രമാണങ്ങൾ വഴി തിരുസഭ നിന്ദിച്ചിട്ടുള്ളവയാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങളെന്ന് സമർത്ഥിക്കുകയും ചെയ്തു. വിശുദ്ധ ഓസ്റ്റിന്റെ രചനകളെ അടിസ്ഥാനമാക്കി വിശുദ്ധ പ്രോസ്പർ രചിച്ച 400ഓളം ആപവാക്യങ്ങളടങ്ങിയ ഗ്രന്ഥം ദൈവാനുഗ്രഹ സിദ്ധാന്തത്തിന്റെ വിശേഷിപ്പിക്കപ്പെട്ട കൃതിയായി കണക്കാക്കപ്പെടുന്നു. വിശുദ്ധൻ എഴുതിയ ചരിത്ര ഗ്രന്ഥം ലോകത്തിന്റെ ആരംഭത്തെപ്പറ്റി വിവരിച്ചുകൊണ്ട് ആരംഭിച്ച് AD 455 വരെയുള്ള കാര്യങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് അവസാനിക്കുന്നു. വിശുദ്ധ പ്രോസ്പെറിന്റെ മരണത്തെപ്പറ്റി കാര്യമായ വിവരങ്ങൾ ലഭ്യമല്ലെങ്കിലും അദ്ദേഹത്തിന്റെ നാമം റോമൻ രക്തസാക്ഷിത്വ പട്ടികയിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട്.